വിശ്വവിഖ്യാതമായ മൂക്ക് കഥാസമാഹാരം. വൈക്കം മുഹമ്മദ് ബഷീർ. ശബ്ദം നൽകുന്നത് വിവേക് ഭൂഷൺ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2019. എ DC ബുക്സ് പ്രൊഡക്ഷൻ. നീതിന്യായം. കഥ. ശബ്ദം നൽകുന്നത് കോടതിയിലെ വിസ്താര നടപടികളെല്ലാം ആ പ്രതി അവജ്ഞയോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയും അതൊന്നും തന്നെ സംബന്ധിക്കുന്നതല്ലെന്ന ഭാവത്തിൽ അലക്ഷ്യമായി പെരുമാറുകയും ചെയ്തിരുന്ന അബ്ദുൾ റസാഖിൽ നിന്ന് ആരും ഒരു തർക്കവും പ്രതീക്ഷിച്ചില്ല. അയാൾ കുറ്റം സമ്മതിക്കുമെന്നും അന്ന് തന്നെ ശിക്ഷയുണ്ടാകുമെന്നും പോലീസുകാരും നാട്ടുപ്രമാണികളായ മുസ്ലിം പൗരന്മാരും വിചാരിച്ചിരുന്നു. അത് ശരിയായിരുന്നു താനും. ബഹുമാനപ്പെട്ട ജഡ്ജി വസീർ ഹുസൈൻ വിധിന്യായം എഴുതി തയ്യാറാക്കിയിട്ടുമുണ്ടായിരുന്നു. കേസ് വിളിച്ചു. പോലീസ് അകമ്പടിയോടെ ബലിഷ്ഠകായനായ പ്രതി കൂട്ടിൽ കയറി. അയാൾ അപ്പോഴും അക്ഷോഭ്യനായിരുന്നു. അയാളുടെ മേലുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിട്ട് ജഡ്ജി ചോദിച്ചു, നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ? അബ്ദുൾ റസാഖ് ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു, ഉണ്ട്. ജഡ്ജി വീണ്ടും ചോദിച്ചു, നിങ്ങളെ ശിക്ഷിക്കാതിരിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അബ്ദുൾ റസാഖ് നിവർന്നു നിന്നു. അയാളുടെ കണ്ണുകൾ തെളിഞ്ഞു, രൂക്ഷമായി. കോടതിയിൽ എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ സ്ഫുടതയോടെ ദൃഢമായി അയാൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി ദയവായി ക്ഷമയോടെ കേൾക്കണം. എനിക്കല്പം പറയാനുണ്ട്. ഇസ്ലാമിൽ ഒരു നിയമമുള്ളത് ബഹുമാനപ്പെട്ട ജഡ്ജിക്കും ഈ കോടതിയിൽ കൂടിയിരിക്കുന്ന മുസ്ലിം പ്രമാണികൾക്കും അറിയാമായിരിക്കണം. അശരണരെ സംരക്ഷിക്കുക, ജോലിയില്ലാത്തവർക്ക് ജോലിയുണ്ടാക്കി കൊടുക്കുക, പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം നൽകുക, പാവപ്പെട്ട രോഗികൾക്ക് വൈദ്യസഹായം ചെയ്യുക, വിവാഹപ്രായമായ സാധു യുവതികളെ വിവാഹം ചെയ്യിക്കുക. ഇതെല്ലാം പണക്കാരുടെ ചുമതലയാണ്. ഇതിനാണ് കരുണാമയനും നീതിജ്ഞനുമായ അല്ല ഇവർക്ക് പണം കൊടുത്തിട്ടുള്ളത്. ഇതൊന്നും ഇവിടത്തെ പണക്കാരായ മുസ്ലിം പ്രമാണികൾ ചെയ്തിട്ടില്ല. ഒരുപക്ഷെ മറന്നുപോയിട്ടായിരിക്കാം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. ആര് കുറ്റം ചെയ്തുവോ അവരെ അല്ലാഹ് ശിക്ഷിക്കും. ഞാൻ ചെയ്ത കുറ്റമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ ബാപ്പ മരിക്കുന്ന കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അന്നെന്റെ സഹോദരിക്ക് 9 വയസ്സ്. അവളെ സ്കൂളിൽ ചേർത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിതാവ് മരിച്ചിട്ട് 3 മാസം കഴിയുന്നതിനു മുമ്പ് ഇവിടത്തെ ഒരു മുസ്ലിം പ്രമാണി ഞങ്ങളെ കുടിയിറക്കി. ഞാനും എന്റെ തള്ളയും സഹോദരിയും എങ്ങോട്ടു പോകും? പകൽ മുഴുവനും രാത്രി മുഴുവനും ഞങ്ങൾ ഒരൊഴിഞ്ഞ പീഡികത്തിണ്ണയിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. എന്റെ സഹപാഠിയായ ഒരു നായർ യുവാവ് അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ പീഡികയുടെ ഒരു മുറി ഞങ്ങൾക്ക് താമസിക്കാൻ തന്നു. പഴയ കഥയാണ്. ഞാൻ എന്റെ സഹോദരിയെ പഠിപ്പിച്ചു. മാതാവിന് ചോറ് കൊടുത്തു. എന്റെ പിടലയ്ക്ക് ഇത്ര വണ്ണം വെച്ചത് അരിച്ചാക്ക് ചുമന്നിട്ടാണ്. ഒരേ സമയത്ത് 2 ചാക്ക് അരി ഞാൻ ചുമക്കും. ചുമടില്ലാത്തപ്പോൾ ബീഡി തെറുക്കും. അടയ്ക്ക കച്ചവടം ചെയ്യും. ഉണക്കമീൻ കച്ചവടം ചെയ്യും. ഇങ്ങനെ 9 കൊല്ലം കഴിഞ്ഞു. എന്റെ സഹോദരി വിദ്യാഭ്യാസം മതിയാക്കി. തരക്കേടില്ലെന്ന് തോന്നിയ കുഞ്ഞബ്ദുള്ളയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു. 800 രൂപ ഞാൻ സ്ത്രീധനവും കൊടുത്തു. ഈ 800 രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് കോടതിക്ക് മനസ്സിലായല്ലോ. കൊല്ലം 3 കഴിഞ്ഞു. സഹോദരിക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. ഇതിനിടെ എന്റെ സഹോദരിയെ കുഞ്ഞബ്ദുള്ള ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തിരുന്ന വിവരം എനിക്കറിയാം. ഭർത്താവ് ഭാര്യയെ ശിക്ഷിക്കുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. 8 മാസത്തിനു മുമ്പ് കുഞ്ഞബ്ദുള്ള ഭാര്യയെയും കുട്ടികളെയും എന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി. സഹോദരി വളരെ ക്ഷീണിച്ചിരിക്കുന്നു. രോഗിയുമാണ്. ഞാൻ ചികിത്സിപ്പിച്ചു. അങ്ങനെയിരിക്കെ കുഞ്ഞബ്ദുള്ള എന്റെ സഹോദരിയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് കേട്ടു. മൊഴി ചൊല്ലി. എന്തു മൊഴി? മൊഴി ചൊല്ലാൻ എന്താ കാരണം? ഞാൻ ചെന്നു ചോദിച്ചു. കുഞ്ഞബ്ദുള്ള പറഞ്ഞു, മനസ്സാണ്. ഞാൻ അവളെ മൊഴി ചൊല്ലിയിരിക്കണ്. നിനക്കെന്താ? ഒന്നുമില്ല. ഇസ്ലാമിലെ നിയമമാണല്ലോ. സ്ത്രീയുടെ യൗവനം നശിപ്പിച്ചിട്ട് അവളെയും കുഞ്ഞുങ്ങളെയും പുറന്തള്ളിയേക്കുക. എന്നിട്ട് വേറൊന്നിനെ കല്യാണം കഴിക്കാം. ഞാൻ പോകുന്നു. അങ്ങനെയിരിക്കെ കുഞ്ഞബ്ദുള്ള കല്യാണം കഴിക്കാൻ പോകുന്നുവെന്ന് കേട്ടു. കല്യാണത്തിന് ഞാനും പോയി. നിക്കാഹിന് മുമ്പ് ഞാൻ കുഞ്ഞബ്ദുള്ളയെ പിടിച്ച് മുറ്റത്ത് കൊണ്ടുവന്നു. എന്നിട്ട് കാലുകളിൽ 2ലും കൂടി പിടിച്ച് ആ ഞാഞ്ഞ് അവനെ ഞാൻ തെങ്ങിലടിച്ചു കൊന്നു. ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ കുറ്റക്കാരനല്ല. എനിക്കത്രേ പറയാനുള്ളൂ. കോടതിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ജഡ്ജി പറഞ്ഞു, ദൈവത്തിന്റെ നീതിന്യായവും രാജ്യത്തിന്റെ നിയമവും എപ്പോഴും പൊരുത്തപ്പെട്ടു എന്ന് വരുന്നതല്ല. ഞാൻ ദൈവത്തിന്റെ നീതിക്ക് വഴങ്ങുന്നുവെങ്കിൽ ഈ പ്രതി നിർദോഷി എന്ന് കണ്ട് വെറുതെ വിടേണ്ടതാണ്. എന്നാൽ ഈ രാജ്യത്തിന്റെ നീതിന്യായം അനുശാസിക്കുന്നു ഈ പ്രതി ചെയ്ത കുറ്റം പരമാവധി ശിക്ഷ അർഹിക്കുന്നു എന്ന്.
ഈ നീതിപീഠം വികാരങ്ങൾക്ക് വശപ്പെടാതെ നിയമം നടത്തുവാൻ ബാധ്യസ്ഥമാണ്. ഇത്രയും പറഞ്ഞിട്ട് ജഡ്ജി വസീർ ഹുസൈൻ അബ്ദുൾ റസാഖിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലുകയും ചെയ്തു. കരുണാമയനായ അല്ലാ അബ്ദുൾ റസാഖിന്റെ ആത്മാവിന് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ. മംഗളം. നിങ്ങൾ കേട്ടത് നീതിന്യായം. കഥ വൈക്കം മുഹമ്മദ് ബഷീർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ 2019, എ DC ബുക്സ് പ്രൊഡക്ഷൻ. വിശ്വവിഖ്യാതമായ മൂക്ക്. കഥാസമാഹാരം. വൈക്കം മുഹമ്മദ് ബഷീർ. ശബ്ദം നൽകുന്നത് വിവേക് ഭൂഷൺ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ 2019, എ DC ബുക്സ് പ്രൊഡക്ഷൻ. പഴയ ഒരു കൊച്ചു പ്രേമകഥ. കഥ. ശബ്ദം നൽകുന്നത് വിവേക് ഭൂഷൺ. പ്രേമസുരഭിലമായ കാലഘട്ടത്തിൽ, പണ്ട് യുഗങ്ങൾക്ക് മുമ്പ് എന്ന മട്ടിൽ സംഭവിച്ച പഴയ ഒരു കൊച്ചു പ്രേമകഥയാണ് പറയാൻ പോകുന്നത്. പ്രേമത്തിനകത്ത് എപ്പോഴും കാമവും ഉണ്ടായിരിക്കുമല്ലോ. അന്ന് നന്നേ ചെറുപ്പം, ചുണ, ധീരത, യൗവനത്തിന്റെ തീക്ഷ്ണതയിലായിരുന്നു. വീണ്ടു വിചാരമില്ല, എടുത്തുചാട്ടം, ഹൃദയം ചൂണ്ടിയ വഴിയേ പോകുക. അന്ധമായ മോഹന കാലഘട്ടമേ നിനക്ക് വന്ദനം. വിശന്നങ്ങനെ ജീവിക്കുക. എല്ലാത്തരം വിശപ്പും എല്ലാത്തരം ദാഹവും. ശമനത്തിന് ഒരു പോംവഴിയുമില്ല. ആരോടോ എന്തിനോടോ രോഷമുണ്ട്, ഉഗ്രമായ രോഷം. എങ്കിലും ആദർശത്തിന്റെ സുന്ദര പദത്തിലാണ് ജീവിതം. എല്ലാം നേരെയാക്കും. ചുടുചോരയിൽ കഴുകി പ്രപഞ്ചങ്ങളെ ആകമാനം പുതുക്കിക്കളയും. വിപ്ലവകാരിയാണ്. കൊല്ലാൻ മടിയില്ലാത്ത ഭീകരസംഘ നേതാവ്. കഠാരിയും റിവോൾവറും ഏന്തി നടന്ന ഭീകരമായ കാലഘട്ടമേ നിനക്ക് വന്ദനം. പേനത്തുമ്പിൽ നിന്ന് അന്ന് തീമഴ പെയ്തിരുന്നു, കൊടുങ്കാറ്റടിച്ചിരുന്നു. സംഹാരമായിരുന്നു ജീവിതലക്ഷ്യം. ഈ ലക്ഷ്യത്തോടുകൂടിയ 300-ലധികം യുവാക്കളുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾക്കൊരു പത്രവും. ഞാനായിരുന്നു പത്രാധിപർ. തീപ്പെട്ടി പോലുള്ള ചെറിയൊരു മുറിയാണ് പത്രമാഫീസ്. താമസവും അവിടെ തന്നെ. രാവും പകലും ചിന്തയാണ്, എഴുത്താണ്. രാവും പകലും കൂടിയാലോചനകളാണ്. രാവും പകലും പ്രവർത്തനങ്ങളാണ്. എന്റെ വാക്കാണ് വേദവാക്യം. ഞാൻ വളരെ മാന്യനാണ്, അനിഷേധ്യ നേതാവ്. എങ്കിലും ഹൃദയത്തിന് വലിയ കടുകടുപ്പ്, ഒരു വിങ്ങൽ, ചെറിയ തോതിൽ വിഷാദവുമുണ്ട്. ഭീകരപ്രവർത്തനങ്ങൾക്കിതൊന്നും പറ്റിയതല്ല. എന്നാലും വിഷാദകരങ്ങളായ ഗാനങ്ങൾ ആലപിക്കാൻ തോന്നും. 2 ജാതി വികാരങ്ങളാണ് മനസ്സിൽ. രണ്ടും സമരം ചെയ്യുന്നു. ആകെക്കൂടി ഒരു ശ്വാസമുട്ടൽ പോലെ. ഇങ്ങനെ തോന്നുമ്പോൾ മുറ്റത്തിറങ്ങും. മതിലിന്റെ അരികത്ത് എന്ന് വിശാലമായ ലോകത്തിലേക്ക് നോക്കും. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ദിവസം ഞാൻ സുന്ദരിയായ ഒരു യുവതിയെ കണ്ടു. സുന്ദരിയായ യുവതി, മാദകത്തിടമ്പ്. പ്രഥമ വീക്ഷണം. പ്രേമത്തിൽ കുടുങ്ങാൻ പിന്നെ അധിക നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. മോഹന കളയബരേ ദേവി, നിന്നെ ഞാൻ ആരാധിക്കുന്നു മഹാമായേ. ഇങ്ങനെ ഗാനമുതിർത്തുകൊണ്ട് ഞാൻ അവളെ നോക്കി നിന്നു. ആരാധനയാണ്, ആരാധന. ഈ വിവരങ്ങളൊന്നും അവൾ അറിഞ്ഞില്ല. അവൾ എന്നെ കണ്ടില്ല. ഞാൻ അവളെ കണ്ടത് തന്നെ ഒരു യാദൃച്ഛിക സംഭവമാണ്. ഒരു പ്രത്യേക സ്ഥലത്തുനിന്ന് ഒരു പ്രത്യേക ഭാഗത്തേക്ക് നോക്കി അവളെ കണ്ടു. ഉടനെ തന്നെ അവിടം പുണ്യസ്ഥലമായി തീർന്നു. ഞാൻ നിന്ന സ്ഥലമോ, ഹോ, അവളെ നിന്ന് കണ്ട സ്ഥലമാണല്ലോ പുണ്യഭൂവിഭാഗം. കൈമുട്ടുകൾ രണ്ടും കന്മതിലിൽ കൊള്ളിച്ച് കൈവിരലുകൾ ശിരസിന്റെ 2 വശങ്ങളിൽ വെച്ചുകൊണ്ട് കിഴക്കോട്ട് നോക്കി ഞാൻ നിൽക്കുകയാണ്. മതിലിന്റെ അപ്പുറത്ത് വാഴകൾ നിറഞ്ഞ ഒരു പറമ്പ്. പറമ്പിന്റെ അതിരിൽ മതിൽക്കെട്ട്. അതിനപ്പുറത്ത് തെക്ക് വടക്കായി പബ്ലിക് റോഡ്. റോഡരികിൽ 2 നില വീടുകൾ. എന്റെ ഇടതുവശം കിഴക്കു പടിഞ്ഞാറായി നഗരത്തെ 2ആയി പകുത്തുകൊണ്ട് വൃത്തികെട്ട വലിയ ഒരു തോട്. തോടിന്റെ ഇരുവശവും ഉയർന്ന കന്മതിലുകൾ. അങ്ങേക്കരയുള്ള കന്മതിൽ പണിയുന്ന കാലത്ത് മതിലിന്റെ വഴിയിൽ ഒരു തെങ്ങ് നിന്നിരുന്നു. തെങ്ങിനോട് ചേർത്ത് മതിൽ കെട്ടിയങ്ങ് പോയി. കാലം കുറെ കഴിഞ്ഞപ്പോൾ ആ തെങ്ങ് വെട്ടി. അങ്ങനെ ആ വെള്ളമതിലിൽ ഒരു ശൂന്യത അവശേഷിച്ചു. ആ ശൂന്യത എന്ന് പറയുന്ന വിടവിലൂടെയാണ് ഞാൻ അവളെ കാണുന്നത്. കൊഴുത്തുരുണ്ട വെളുത്ത സുന്ദരി. ബോഡീസിൽ അമർന്നു നിൽക്കുന്ന കനത്ത മാരിടങ്ങൾ ഉരുണ്ടുരുണ്ട് ഉന്തി നിൽക്കുകയാണ് ശരീരം പറ്റിയുള്ള വെള്ള ബ്ലൗസിൽ. നേരിയ ബ്ലൗസിലൂടെ എല്ലാം വ്യക്തം. മുടിക്കെട്ടഴിച്ച് തോളിൽ വിതറിയിട്ടുകൊണ്ട് അവൾ സ്വപ്നം കാണുന്നു. ദൈവമേ,
എന്താണ് അവളുടെ മധുര സ്വപ്നം? എന്നെ കാണുന്നില്ലേ? സ്വർഗീയ സുന്ദരി, എന്തേ ഇങ്ങ് നോക്കാത്തത്? ഞാൻ നിന്ന് ചുമച്ചു. 1 അല്ല 10 അല്ല ചുമ. ചുമകളുടെ കൊച്ചു കൊച്ചു മേഘഗർജനങ്ങൾ. എല്ലാം നിഷ്ഫലം. ആ സ്വപ്നസുന്ദരി കേൾക്കുന്നില്ല. എന്താണ് കേൾക്കാത്തത്? പിന്നെ അങ്ങോട്ട് ചുമയാണ് ജീവിതം. ചുമകളുടെ അഖണ്ഡയജ്ഞം. ആ പുണ്യസ്ഥലത്ത് ചെന്ന് നിൽക്കുക. കറുത്ത വിടവിലൂടെ നോക്കുക. അവൾ അവിടെ എങ്ങാനുമുണ്ടോ? പെട്ടെന്ന് കണ്ടാൽ ഉടനെ ചുമയ്ക്കണം. പാകത്തിന് ചുമയ്ക്കാൻ ധാരാളം ചുമകൾ സ്റ്റോക്ക് ചെയ്ത് കാത്തു നിൽപ്പാണ്. ചിലപ്പോൾ മിന്നായം പോലെ കാണും. 1/2 ഡസൻ ചുമകൾ ഒന്നൊന്നായി ക്ഷണത്തിൽ പുറത്തേക്ക് വിടും. ഒരു ഫലവുമില്ല. ചുമ കേൾക്കുകയുമില്ല, നോക്കുകയുമില്ല. ചത്തു കളഞ്ഞാലോ? ഇങ്ങനെ വിഷാദം നിറഞ്ഞ 1.5 മാസം പോയി. അപ്പോഴത്തേക്കും ആ വീടിന്റെയും അതിന്റെ പടിഞ്ഞാറ് വശമുള്ള വീടിന്റെയും ചരിത്രങ്ങൾ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. വിശേഷിച്ചൊന്നുമില്ല. മാനമായ നിലയിൽ കഴിയുന്ന മാന്യഗൃഹങ്ങളാണ്. എന്റെ ആരാധനാമൂർത്തി ഒരു വേലക്കാരിയാണ്, സർവന്റ്. എന്നാലെന്ത്? പ്രേമത്തിന് ചെറ്റക്കുടിലെന്നും കൊട്ടാരമെന്നുമുള്ള ക്ഷുദ്രവ്യത്യാസങ്ങൾ വല്ലതുമുണ്ടോ? പ്രേമം ശാശ്വതമാണ്, ദിവ്യമാണ്. പക്ഷേ അവൾ എന്നെ കണ്ടിട്ടില്ല. അവളുടെ മാനസിക ലോകത്തിൽ ഞാൻ ഉദയം ചെയ്തിട്ടില്ല. ധാരാളം ചുമകളുടെ സ്റ്റോക്കുമായി ഞാൻ നിൽക്കുകയാണ്. ഒടുവിൽ ഞാൻ തീർത്തും നിരാശനായി. എന്റെ ചുമകളെല്ലാം മരിച്ചു. എന്റെ ലോകം ഇരുണ്ടു. ചത്തു കളഞ്ഞാലോ? അത്ഭുതം! അവൾ എന്നെ കണ്ടു. അമൃതകിരണങ്ങൾ പൊഴിച്ചുകൊണ്ടുയരുന്ന പനിമതി എന്നെ കണ്ടു. ഞാൻ കണ്ടു. അവൾ നോക്കി. ഞാൻ നോക്കി. അവൾ മന്ദഹസിച്ചു. എനിക്ക് മന്ദഹസിക്കാൻ കഴിഞ്ഞില്ല. മന്ദഹാസം ഒരു ദൗർബല്യമല്ലേ? എങ്കിലും എന്നിൽ പുതിയ ഒരു ഉന്മേഷം ഉദയം ചെയ്തു. എനിക്കിതാ ഒരു നിധി കിട്ടിയിരിക്കുന്നു. ഒടുവിൽ എന്റെ മോഹിനി പ്രസാദിച്ചു. ധന്യനാണ് ഞാൻ. വിഷാദം നീങ്ങി. പ്രവർത്തനങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലത കളിയാടി. ജീവിതം സുന്ദരമാണ്. ദിവസവും ഞങ്ങൾ കാണും. അവൾ മന്ദഹസിക്കും. ഞാനും കുറേശ്ശെ മന്ദഹസിക്കാൻ പഠിച്ചു. പ്രേമാർദ്രങ്ങളായ ദിവസങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നു. കവിതാമയങ്ങളായ ദിവസങ്ങൾ. അങ്ങനെയിരിക്കെ ഒരു സന്ധ്യ വന്നു. ആകാശത്തുനിന്ന് പനിനീർ തളിക്കുന്നതുപോലെ കുറേശ്ശെ മഴയുണ്ട്. സാൻഡോ ബനിയനും ഹാഫ് ട്രൗസറുമായി ഞാൻ ആ കറുത്ത വിടവിന്റെ നേരെ തോട്ടിന്റെ ഇക്കരെ നിൽക്കുകയാണ്. എളിയിൽ നഗ്നമായ കഠാരിയുമുണ്ട്. ഒരു ഭീകരപ്രവർത്തകന്റെ പക്കൽ എപ്പോഴും മാരകായുധമുണ്ടായിരിക്കണമല്ലോ. ഞാൻ പ്രേമഭാജനത്തെ കാത്തുകാത്തു നിൽക്കുകയാണ്. ലോഡ്ജിലേക്ക് വരുന്നവരും ലോഡ്ജിൽ നിന്ന് പോകുന്നവരും എന്നെ കാണുന്നുണ്ട്. ആരെങ്കിലും വരുമ്പോൾ ഒന്നിനു പോകാനെന്ന ഭാവത്തിൽ ഞാൻ കുറെ ഇരിക്കും. അങ്ങനെ ഇരുന്നും നിന്നും സമയം കുറെ കഴിഞ്ഞു. പെട്ടെന്ന് കറുത്ത വിടവ് വെള്ളയാൽ സുന്ദരമായി നിറഞ്ഞു. ഞാൻ ആകെ ചൂടായി. ഹൃദയം വല്ലാതെ ഉമിനീർ വറ്റി. അപ്പോൾ മന്ത്രമധുരമായ ഒരു ശബ്ദം. എന്നാത്തിനാ മഴ കൊള്ളുന്നേ? ചുമ്മാ. വികാരനിർഭരമായ നിമിഷങ്ങൾ നീങ്ങുന്നു. അതൊന്നും അറിയാതെ ആളുകൾ വൈദ്യുത പ്രകാശത്തിൽ മുങ്ങിയ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നാറുന്ന തോട്ടിലെവിടെയോ ഒരു തവളയെ നീർക്കോലിയോ ചേരയോ പാമ്പോ പിടിച്ചിരിക്കുന്നു. തവള വല്ലാതെ മരണവേവലാതിയോടെ കരയുകയാണ്. ഇരുട്ടിന് കട്ടി കൂടി വരുന്നു. കാഴ്ച മറഞ്ഞു വരികയാണ്. അവൾ ചോദിച്ചു, പോയോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വരട്ടെ. എന്നാത്തിനാ? ചുമ്മാ. വേണ്ട. വേണം, ഞാൻ വരും. പട്ടിയുണ്ട്. സാരമില്ല, അവരൊക്കെ ഇപ്പുറത്തേക്കുണ്ണാൻ ഇപ്പം വരും. സാരമില്ല, ഞാൻ വരും. അയ്യോ വേണ്ട. നിറഞ്ഞു നിന്ന വെള്ള പോയി. വിടവ് പരിപൂർണമായി കറുത്തു. ഞാൻ മതിലിൽ കയറിയിരുന്നു. വെളിച്ചം തോട്ടിൽ വീശുന്നുണ്ട്. മതിലിന്റെ മുകൾ ഭാഗത്തും. ഞാൻ തോട്ടിലേക്ക് പതുക്കെ ഇറങ്ങാൻ നോക്കി. കാലെത്തുന്നില്ല. കാലുകൾ നീട്ടി. കൈവിട്ടു. പ്ലും! മുട്ടുവരെ ചെളി. അരവരെ വെള്ളം. ഇല്ലിമുള്ളുകളും കുപ്പിച്ചില്ലുകളും ഉണ്ടെന്ന് തോന്നുന്നു. പാദങ്ങളിൽ വെട്ടുകല്ലുകൾ വെച്ച് കെട്ടിയിട്ടുള്ളതുപോലെ ഘനമായി. ഞാൻ മുന്നോട്ട് നീങ്ങി. തോടിന്റെ മധ്യത്തിലെത്തി. വെളിച്ചത്തിൽ ഞാൻ തെളിഞ്ഞു നിൽക്കുകയാണ്. വിപ്ലവകാരി. ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ വയ്യ. ചെളിയിൽ പൂണ്ടു നിൽക്കുന്നു. ആളുകൾ കാണും. മുന്നോട്ട് നീങ്ങണമല്ലോ. ഞാൻ മുന്നോട്ട് നീങ്ങി. നീങ്ങി നീങ്ങി തോടിന്റെ അക്കരെ പറ്റി. ഞാൻ മുകളിലേക്ക് നോക്കി. സ്തബ്ധനായിപ്പോയി. വെള്ളനിരപ്പിൽ നിന്ന് ആകാശമുട്ട എന്നവണ്ണം ഉയരത്തിലാണ് മതിൽ. എന്തു ചെയ്യും? എങ്ങനെ കയറും? തിരികെ പോകാൻ? ഛേ, കയറണം. കൈയെത്താത്ത ഉയരത്തിൽ മതിലിൽ ഒരു ചെറിയ ആൽ വളർന്നു നിൽപ്പുണ്ട്. ആ ആലിൽ ഞാൻ ചാടി പിടികൂടി. പിന്നീട് ഞാൻ അറിയുന്നത് ഞാൻ മതിലിന്റെ മുകളിൽ ഇരിക്കുന്ന വിവരമാണ്. ഹൗ എന്നവൾ പുറപ്പെടുവിച്ച അത്ഭുത ശബ്ദം കേട്ടു. പക്ഷേ പിന്നെയുമുണ്ട് ദൂരം. താഴത്തേക്ക് ചാടാൻ വയ്യ. ദൂരെയായി പടിഞ്ഞാറേ വീടിന്റെ ഇടമതിലുണ്ട്. അത് ചെറുതാണ്. പൂച്ചയെപ്പോലെ മതിലിലൂടെ ഞാൻ നടന്നു.
പടിഞ്ഞാറെ വീടിന്റെ പുരയിടത്തിലിറങ്ങി. അവിടെ ഒരു തൊഴുത്തുണ്ട്. അത് വളഞ്ഞു പോകുമ്പോൾ കിരികിരാ ഇലകൾ ഞെരിഞ്ഞു. ഇരുളിലൂടെ കാലുകൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് പതുക്കെ പതുക്കെ വെച്ച് ഇടമതിലിന്റെ അരികത്ത് ചെന്നു. അവൾ പതുക്കെ അപ്പുറത്തു വന്നു. ഞാൻ 2 കൈകളും എത്തിച്ച് അവളുടെ തോളിൽ പിടിച്ചു വലിച്ചു. മുകളിൽ കയറ്റിയപ്പോൾ കല്ലിന്റെ ഏതോ മുനയിൽ കൊണ്ട് അവളുടെ ബ്ലൗസ് ഭർർ എന്ന് കീറി. വെള്ളമുലകൾ. തുടർന്ന് എന്റെ പ്രേമത്തിന്റെ കർണക്കുറ്റിക്ക് 2 ഉഗ്രൻ വീക്കുകൾ കിട്ടി. എങ്ങനെയെന്നാൽ, അയ്യോ, അവരൊക്കെ ഇപ്പൊ ഉണ്ണാനിപ്പുറത്തേക്ക് വരും, പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ മലീമസവും ദുർഗന്ധപൂരിതവുമായ ഒരു ആവി അവളുടെ വായിൽ നിന്ന് എന്റെ മുഖത്തടിച്ചു. എന്റെ തല ചെകിടിച്ചു. ഞാൻ കുറെ മാറി നിന്നു. കുറെ ചുള്ളിക്കമ്പുകൾ ഒടിഞ്ഞു. ഒരു പട്ടി കുരച്ചു. പൊക്കോ എന്നും പറഞ്ഞ് അവൾ ഇറങ്ങിപ്പോയി. പിന്നെ പട്ടികളുടെ കുരയാണ്. ഇത്രയധികം പട്ടികളോ? ഞാൻ പതുക്കെ പതുക്കെ നടന്ന് ചെറിയ മതിലിൽ കയറി. അവിടെ നിന്ന് വലിയ മതിലിൽ. അങ്ങനെ കുറെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ മതിലും താഴത്തെ മുറ്റവും വെളിച്ചത്തിൽ മുങ്ങി. വാഴയുടെ ഒരിലത്തുമ്പ് മാത്രമാണ് എനിക്കുള്ള ഏകമറ. കാറ്റ് വീശുമ്പോൾ ഇല മാറും. ഞാൻ വെളിച്ചത്തിൽ നല്ലവണ്ണം തെളിയും. ആ സമയത്ത് എന്റെ കുറെ സഖാക്കൾ എന്റെ മുറിയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടു. അവർക്കെന്നെ കാണാൻ യാതൊരു വിഷമവുമില്ല. പക്ഷേ അവർ നോക്കിയില്ല. എങ്ങനെ എന്നെ സംശയിക്കും? എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞുകൊണ്ട് 2-3 സ്ത്രീകളും 2 പുരുഷന്മാരും, അവരിൽ പ്രായം കുറഞ്ഞയാൾ യുവാവാണ്, മുറ്റത്തിറങ്ങി ഞാനിരിക്കുന്ന ഭാഗത്തേക്ക് വന്നു. എന്നെ പിടിക്കാൻ വരികയാണ്. കണ്ടു കാണും. അപമാനം. നീ എന്തു ചെയ്യുന്നടാ ഇരുട്ടത്തവിടെ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ പിടികൂടും. ആളുകൾ കൂടും. ഓ, ഇത് നമ്മുടെ ആ തീപ്പൊരി പത്രത്തിന്റെ പത്രാധിപരല്ലേ, നേതാവ്. ആളുകൾ പറയും, ദൈവമേ, എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണേ. മേലിൽ ഞാൻ യാതൊരു തെറ്റും ചെയ്യുകയില്ല, സത്യം. അവൻ എന്നെ കാണല്ലേ. ഞാൻ കഠാരി കയ്യിലെടുത്തു. അവൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ കഠാരി കൊണ്ട് എന്റെ കഴുത്തറക്കണം. ദൈവമേ, അവന്റെ കണ്ണിന്റെ കാഴ്ച കുറെ സമയത്തേക്ക് നശിപ്പിക്കൂ. ഈശ്വരാ, എന്റെ കൂട്ടുകാർ എന്റെ പേർ പറഞ്ഞ് ഉച്ചത്തിൽ വിളിക്കുകയാണ്. നേതാവിനെ തിരക്കുന്നു. ദൈവമേ, എന്നെ അവമാനിക്കല്ലേ. അയാൾ തിക്കും പൊക്കും നോക്കാതെ എന്റെ തൊട്ടടുത്ത് വാഴച്ചൂട്ടിൽ വന്ന് ഒന്നിനിരുന്നിട്ട് എണീറ്റുപോയി. എനിക്കാകെ തളർച്ച തോന്നി. എന്തോ എന്നിൽ മരിച്ചിരിക്കുന്നു. പിന്നെ സംഭവിച്ചതൊന്നും നല്ല ഓർമ്മയില്ല. ആരും ഒന്നും അറിഞ്ഞില്ല. തോട്ടിൽ ചാടിയതും ദേഹമാകെ കീറി ചോര വന്നതും ചെളിയിൽ പുതഞ്ഞതും മതിലിൽ കയറി മുറിയുടെ അടുത്ത് ചെന്ന് എന്റെ സഖാക്കളുടെ മുന്നിൽ നിന്നതും മറ്റും അവ്യക്തമായി ഓർക്കുന്നു. അവരമ്പരന്ന് നോക്കി. പ്രേമസംബന്ധിയായ ഒരു ജൈത്രയാത്ര കഴിഞ്ഞ് വന്നതാണെന്ന് അവർ ഊഹിച്ചില്ല. നേതാവേതോ മഹനീയ കൃത്യം നടത്തിയിട്ട് വന്നിരിക്കുകയാണ്. ഈശ്വരാ. ഞാൻ സോപ്പിട്ട് നല്ലവണ്ണം കുളി കഴിഞ്ഞ് മുറിയിൽ വന്ന് വസ്ത്രങ്ങൾ മാറ്റി മുടി ചീകിയിട്ട് കസാരയിലിരുന്നു. ഉണ്ടായ സംഗതികൾ മുഴുവനും ശിഷ്യന്മാരോട് പറഞ്ഞു. ഒടുവിൽ അവർ പറഞ്ഞു, ഇപ്പോൾ തന്നെ നമുക്ക് ഈ സ്ഥലം മാറണം. മാറി. ഘനമേറിയ ഹൃദയവുമായി രാവിന്റെ നിശബ്ദതയിലൂടെ പ്രേമനഗരിയിൽ നിന്ന് ഞങ്ങൾ വിഷാദത്തോടെ പോയി. അങ്ങനെ അവമാനത്തിന്റെ മുറിവേൽപ്പിക്കാതെ കഴിഞ്ഞുപോയ പ്രേമദാഹനിർഭരമായ മഹാവിഷാദ കാലഘട്ടമേ, നിനക്ക് വന്ദനം, മംഗളം. നിങ്ങൾ കേട്ടത് പഴയ ഒരു കൊച്ചു പ്രേമകഥ. കഥ വൈക്കം മുഹമ്മദ് ബഷീർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റൽ 2019, a DC Books production. വിശ്വവിഖ്യാതമായ മൂക്ക്. കഥാസമാഹാരം. വൈക്കം മുഹമ്മദ് ബഷീർ. ശബ്ദം നൽകുന്നത് വിവേക് ഭൂഷൺ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റൽ 2019, a DC Books production. വിശ്വവിഖ്യാതമായ മൂക്ക്. കഥ അമ്പരപ്പിക്കുന്ന മുട്ടൻ വാർത്തയാണ്. ഒരു മൂക്ക് ബുദ്ധിജീവികളുടെയും ദാർശനികരുടെയും ഇടയിൽ വലിയ തർക്കവിഷയമായി കലാശിച്ചിരിക്കുന്നു. വിശ്വവിഖ്യാതമായ മൂക്ക്. ആ മൂക്കിന്റെ യഥാർത്ഥ ചരിത്രമാണ് ഇവിടെ രേഖപ്പെടുത്താൻ പോകുന്നത്. ചരിത്രം ആരംഭിക്കുന്നത് അദ്ദേഹത്തിന് 24 വയസ്സ് തികഞ്ഞ കാലത്താണ്. അതുവരെ അദ്ദേഹത്തെ ആരും അറിഞ്ഞിരുന്നില്ല. ഈ 24ാമത്തെ വയസ്സിന് വല്ല പ്രത്യേകതയുമുണ്ടോ എന്തോ. ഒന്ന് ശരിയാണ്, ലോകചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു നോക്കിയാൽ മിക്ക മഹാന്മാരുടെയും 24ാമത്തെ വയസ്സിന് ചില പ്രത്യേകതകൾ കാണാൻ കഴിയും. ചരിത്ര വിദ്യാർത്ഥികളോട് ഇത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ചരിത്രപുരുഷൻ ഒരു കുശിനിപ്പണിക്കാരനായിരുന്നു, കുക്ക്. പറയത്തക്ക ബുദ്ധിവൈഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. അടുക്കളയാണല്ലോ അദ്ദേഹത്തിന്റെ ലോകം.
അതിന് വെളിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തികച്ചും അശ്രദ്ധൻ. എന്തിനു ശ്രദ്ധിക്കണം? നല്ലവണ്ണം ഉണ്ണുക, സുഖമായൊന്ന് പൊടി വലിക്കുക, ഉറങ്ങുക, വീണ്ടും ഉണരുക, കുശിരിപ്പണി തുടങ്ങുക. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ദിനചര്യ. മാസങ്ങളുടെ പേര് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. ശമ്പളം വാങ്ങേണ്ട സമയമാകുമ്പോൾ അമ്മ വന്ന് ശമ്പളം വാങ്ങിക്കൊണ്ടുപോകും. പൊടി വേണമെങ്കിൽ ആ തള്ള തന്നെ വാങ്ങിച്ചു കൊടുക്കും. ഇങ്ങനെ സുഖത്തിലും സംതൃപ്തിയിലും ജീവിച്ചു വരവേ അദ്ദേഹത്തിന് 24 തിരുവയസ്സ് തികയുന്നു. അതോടെ അത്ഭുതം സംഭവിക്കുകയാണ്. വേറെ വിശേഷമൊന്നുമില്ല. മൂക്കിന് ശകലം നീളം വെച്ചിരിക്കുന്നു. വായും കഴിഞ്ഞ് താടി വരെ നീണ്ടു കിടക്കുകയാണ്. അങ്ങനെ ആ മൂക്ക് ദിനംതോറും വളരാൻ തുടങ്ങി. ഒളിച്ചുവെക്കാൻ പറ്റുന്ന കാര്യമാണോ? 1 മാസം കൊണ്ട് അത് പൊക്കിൾ വരെ നീണ്ടു. എന്നാൽ വല്ല അസുഖവുമുണ്ടോ? അതുമില്ല. ശ്വാസോച്ഛ്വാസം ചെയ്യാം, പൊടി വലിക്കാം, വാസനകൾ സർവവും തിരിച്ചറിയാം. പറയത്തക്ക യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇങ്ങനത്തെ മൂക്കുകൾ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ കിടപ്പുണ്ടായിരിക്കാം, അല്പസ്വല്പം. പക്ഷേ അത്തരം കിണാപ്പൻ മൂക്കാണോ ഈ മൂക്ക്? ഈ മൂക്ക് കാരണം പാവപ്പെട്ട ആ അരിവയ്പ്പുകാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. എന്താ കാരണം? പിരിച്ചുവിട്ട തൊഴിലാളിയെ തിരിച്ചെടുക്കണം എന്നെല്ലാം പറഞ്ഞ് ബഹളം കൂട്ടാൻ ഒരു സംഘക്കാരും മുന്നോട്ട് വന്നില്ല. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ കൊടിയ അനീതിയുടെ മുമ്പിൽ കണ്ണടച്ചു കളഞ്ഞു. എന്തിനയാളെ പിരിച്ചുവിട്ടു? മനുഷ്യസ്നേഹികളെന്ന് പറയുന്നവരാരും ഈ ചോദ്യം ചോദിച്ചില്ല. എവിടെ പോയി അന്ന് ബുദ്ധിജീവികളും ദാർശനികരും? പാവം തൊഴിലാളി, പാവം കുശിനിക്കാരൻ. ജോലി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ആരും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. ജോലിക്ക് നിർത്തിയിരുന്ന വീട്ടുകാർക്ക് സ്വൈര്യമില്ലാതായിത്തീർന്നതാണ് കാരണം. മൂക്കനെ കാണാൻ, മൂക്ക് കാണാൻ രാപ്പകൽ മനുഷ്യക്കടൽ. ഓട്ടോ എടുക്കുന്നവർ, അഭിമുഖ സംഭാഷണക്കാർ, റേഡിയോ, സിനിമ, ടെലിവിഷൻ, പത്രക്കാരായ പത്രക്കാർ, ഇരമ്പുന്ന മനുഷ്യക്കടൽ. ആ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കളവുപോയി. 18കാരി സുന്ദരിയെ കട്ടുകൊണ്ടുപോകാനും ശ്രമമുണ്ടായി. ഈ വിധത്തിൽ ജോലി നഷ്ടപ്പെട്ട ആ കുശിനിപ്പണിക്കാരൻ തന്റെ പാവപ്പെട്ട ചെറ്റപ്പുരയിൽ പട്ടിണി കിടക്കുമ്പോൾ ഒരു കാര്യം അയാൾക്ക് നന്നായി ബോധ്യം വന്നു. അയാളും അയാളുടെ മൂക്കും വളരെ പ്രസിദ്ധി നേടിക്കഴിഞ്ഞിരിക്കുന്നു. ദൂരദേശങ്ങളിൽ നിന്നുപോലും ആളുകൾ അയാളെ കാണാൻ വരുന്നു. ദീർഘമേറിയ മൂക്ക് നോക്കിക്കൊണ്ട് അത്ഭുത സ്തബ്ധരായി നിൽക്കുന്നു. ചിലർ തൊട്ടു നോക്കുന്നുമുണ്ട്. എന്നാൽ ആരും നിങ്ങൾ ആഹാരമൊന്നും കഴിച്ചില്ലേ, എന്താണിത്ര ക്ഷീണം എന്നൊന്നും ചോദിച്ചില്ല. ഒരു വലിക്ക് പൊടി വാങ്ങാൻ പോലും ആ വീട്ടിൽ ഉമ്പിടി കാശില്ല. പട്ടിണിക്കിട്ട കാഴ്ചമൃഗമാണോ അയാൾ? മണ്ടനാണെങ്കിലും മനുഷ്യനല്ലേ? അയാൾ തന്റെ വൃദ്ധമാതാവിനെ വിളിച്ച് രഹസ്യമായി പറഞ്ഞു, ഈ മൂച്ചേട്ടകളെ ആട്ടിപ്പുറത്തിറക്കി വാതിലടച്ചേ. അമ്മ സൂത്രത്തിൽ എല്ലാവരെയും വെളിയിലാക്കി വാതിലടച്ചു. അന്നു മുതൽ അവർക്ക് നല്ല കാലമായി. അമ്മയ്ക്ക് കൈക്കൂലി കൊടുത്ത് ചിലർ മകന്റെ മൂക്ക് കാണാൻ തുടങ്ങി. മണ്ടക്കൂട്ടമല്ലയോ ജനം. ഈ കൈക്കൂലിക്കെതിരായി ചില നീതിമാന്മാരായ ബുദ്ധിജീവികളും ദാർശനികരും ഉശിരൻ ശബ്ദമുയർത്തി. പക്ഷേ ഗവൺമെന്റ് ഇത് സംബന്ധമായി യാതൊരു നടപടിയും എടുത്തില്ല. കേട്ടതായി പോലും ഭാവിച്ചില്ല. സർക്കാരിന്റെ ഈ കൊടിയ അനാസ്ഥയെ പ്രതിഷേധിച്ച് പരാതിക്കാർ പലരും ഗവൺമെന്റിനെതിരായുള്ള പല അട്ടിമറിപ്പൻ പാർട്ടികളിലും ചേർന്നു. മൂക്കന്റെ വരാഴിക ദിനം പ്രതി വർദ്ധിച്ചു. എന്തിനധികം, അക്ഷരശൂന്യനായ ആ കുശിനിപ്പണിക്കാരൻ 6 കൊല്ലം കൊണ്ട് ലക്ഷപ്രഭുവായി. അദ്ദേഹം 3 പ്രാവശ്യം സിനിമയിൽ അഭിനയിച്ചു. ദി ഹ്യൂമൻ സബ്മറൈൻ എന്ന ടെക്നി കളർ ഫിലിം എത്രയെത്ര കോടി പ്രേക്ഷകരെയാണ് ആകർഷിച്ചത്. അന്തർവാഹിനി മനുഷ്യൻ. 6 മഹാകവികൾ മൂക്കന്റെ അവദാനങ്ങളെ കീർത്തിച്ചുകൊണ്ട് മഹാകാവ്യങ്ങൾ പുറത്തിറക്കി. 9 മഹാസാഹിത്യകാരന്മാർ മൂക്കന്റെ ജീവചരിത്രമെഴുതി പണവും പ്രശസ്തിയും നേടി. മൂക്കന്റെ സൗധം ഒരതിഥി മന്ദിരം കൂടിയാണ്. ആർക്കും അവിടെ എപ്പോഴും ആഹാരമുണ്ട്, ഒരു വലി പൊടിയും. ആ കാലത്ത് അദ്ദേഹത്തിന് 2 സെക്രട്ടറിമാരുണ്ടായിരുന്നു. 2 സുന്ദരികൾ, വിദ്യാസമ്പന്നകൾ. 2 പേരും മൂക്കനെ കലശലായി പ്രേമിക്കുന്നു. 2 പേരും മൂക്കനെ ആരാധിക്കുന്നു. ഏത് മണ്ടനെയും, ഏത് തീവട്ടിക്കൊള്ളക്കാരനെയും, ഏത് മുന്തിയെറുപ്പനെയും പ്രേമിക്കാൻ സുന്ദരികൾ എപ്പോഴും ഉണ്ടാകുമല്ലോ. ലോകചരിത്രത്തിന്റെ ഏടുകൾ മറിച്ചു മറിച്ചു നോക്കിയാൽ 2 സുന്ദരികൾ ഒരു പുരുഷനെ ഒരേ സമയത്ത് പ്രേമിക്കുമ്പോൾ ചില്ലറ കുഴപ്പങ്ങളുണ്ടായതായി കാണുമല്ലോ. മൂക്കന്റെ ജീവിതത്തിലും അതുണ്ടായി. ആ 2 സുന്ദരികളെപ്പോലെ ജനങ്ങളാകമാനം മൂക്കനെ സ്നേഹിക്കുന്നുണ്ട്. പൊക്കിൾക്കുഴി വരെ നീണ്ടുകിടക്കുന്ന അണ്ടകടാഹ പ്രശസ്തമായ സുന്ദര മൂക്ക് മഹത്വത്തിന്റെ ചിഹ്നമല്ലേ? തീർച്ചയായും. ലോകത്തിലുണ്ടാകുന്ന പ്രധാന സംഭവങ്ങളെപ്പറ്റി മൂക്കൻ അഭിപ്രായം പറയും. പത്രക്കാർ അത് പ്രസിദ്ധപ്പെടുത്തും. മണിക്കൂറിൽ 10,000 മൈൽ വേഗതയുള്ള വിമാനം ഉണ്ടാക്കിയിരിക്കുന്നു.
അതേപ്പറ്റി മൂക്കൻ താഴെ പറയുന്ന പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി. മരിച്ച മനുഷ്യനെ ഡോക്ടർ ബുന്ദ്രോസ് ഫുറാസി ബുറോസ് ജീവിപ്പിച്ചു. അതേപ്പറ്റി മൂക്കൻ താഴെ പറയുന്ന പ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി. ലോകത്തിലേക്ക് ഉയരം കൂടിയ കൊടുമുടിയിൽ ചിലർ കയറിയെന്ന് കേട്ടപ്പോൾ ജനങ്ങൾ ചോദിച്ചു, അതേപ്പറ്റി മൂക്കൻ എന്തു പറഞ്ഞു? മൂക്കനൊന്നും പറഞ്ഞില്ലെങ്കിൽ ആ സംഭവം നിസ്സാരം. ഇങ്ങനെ ഗോളാന്തര യാത്ര, പ്രപഞ്ചങ്ങളുടെ ഉൽപ്പത്തി, ചിത്രമെഴുത്ത്, വാച്ച് കച്ചവടം, മെസ്മരിസം, ഫോട്ടോഗ്രഫി, ആത്മാവ്, പ്രസിദ്ധീകരണശാല, നോവലെഴുത്ത്, മരണാനന്തര ജീവിതം, പത്രപ്രവർത്തനം, നായാട്ട് എന്നുവേണ്ട എല്ലാറ്റിനെ പറ്റിയും മൂക്കൻ അഭിപ്രായം പറയണം. പറയുമല്ലോ. മൂക്കന് അറിഞ്ഞുകൂടാത്തത് മഹാപ്രപഞ്ചങ്ങളിൽ വല്ലതുമുണ്ടോ? ഒന്ന് പറ. ഈ കാലഘട്ടത്തിലാണ് മൂക്കനെ പിടിച്ചുപറ്റാനുള്ള വലിയ ഗൂഢാലോചനകൾ നടക്കുന്നത്. പിടിച്ചുപറ്റുക എന്നുള്ളത് പുത്തനായ ഏർപ്പാടൊന്നുമല്ലല്ലോ. പിടിച്ചുപറ്റലിന്റെ കഥയാണ് ലോകചരിത്രത്തിൽ അധിക ഭാഗവും. എന്താണ് ഈ പിടിച്ചുപറ്റൽ? നിങ്ങൾ തരിശുഭൂമിയിൽ കുറെ തൈ വയ്ക്കുന്നു, വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു, വേലി കെട്ടുന്നു. പ്രതീക്ഷയാർന്ന വർഷങ്ങൾ നീങ്ങി തൈകളെല്ലാം കുലച്ചു. കുലകുലയായി തേങ്ങകൾ അങ്ങനെ ജോറായി തൂങ്ങുന്നു. അപ്പോൾ നിങ്ങളിൽ നിന്ന് ആ തെങ്ങുംതോപ്പ് പിടിച്ചുപറ്റാൻ ആർക്കാണെങ്കിലും മോഹം തോന്നും. മൂക്കനെ പിടിച്ചുപറ്റുക. ആദ്യമായി മൂക്കനെ പിടിച്ചുപറ്റാനുള്ള മഹത്തായ വിപ്ലവശ്രമം നടത്തിയത് ഗവൺമെന്റാണ്. അത് സർക്കാരിന്റെ ഡാവായിരുന്നു. നാസിക പ്രമുഖൻ എന്നൊരു ബഹുമതിക്ക് പുറമെ മൂക്കന് ഗവൺമെന്റ് ഒരു മെഡലും കൊടുത്തു. പ്രസിഡന്റ് തന്നെയാണ് വജ്രഖചിതമായ ആ സ്വർണ്ണ മെഡൽ മൂക്കന്റെ കഴുത്തിൽ അണിയിച്ചത്. എന്നിട്ട് ഹസ്തദാനത്തിന് പകരം പ്രസിഡന്റ് മൂക്കന്റെ മൂക്കിന്റെ തുമ്പിൽ പിടിച്ചു കുലുക്കി. ഇതിന്റെ എല്ലാം ന്യൂസ്റീൽ നാടൊട്ടുക്കുമുള്ള സിനിമാശാലകളിലും ടെലിവിഷനിലും പ്രദർശിപ്പിച്ചു. അപ്പോഴത്തേക്കും രാഷ്ട്രീയ പാർട്ടികൾ ഉഷാറായി മുന്നോട്ട് വന്നു. ജനങ്ങളുടെ മഹത്തായ സമരത്തിന് സഖാവ് മൂക്കൻ നേതൃത്വം കൊടുക്കണം. സഖാവ് മൂക്കനോ? ആരുടെ? എന്തിന്റെ സഖാവ്? ഈശ്വരാ, പാവം മൂക്കൻ. മൂക്കൻ പാർട്ടിയിൽ ചേരണം. ഏതു പാർട്ടിയിൽ? പാർട്ടികൾ പലതാണ്. വിപ്ലവമാണ് ഉന്നം. ജനകീയ വിപ്ലവം. എല്ലാ ജനകീയ വിപ്ലവ പാർട്ടികളിലും ഒരേ സമയത്ത് മൂക്കൻ എങ്ങനെ ചേരും? മൂക്കൻ പറഞ്ഞു, ഞാൻ എന്നാത്തിനാ പാർട്ടിയിലൊക്കെ ചേർന്നത്? എനിക്ക് കയ്യേല. ഇങ്ങനെ ഇരിക്കുമ്പോൾ സെക്രട്ടറിമാരിൽ ഒരു സുന്ദരി പറഞ്ഞു, എന്നോടിഷ്ടമുണ്ടെങ്കിൽ സഖാവ് മൂക്കൻ എന്റെ പാർട്ടിയിൽ ചേരണം. മൂക്കൻ മിണ്ടിയില്ല. ഞാൻ വല്ല പാർട്ടിയിലും ചേരണോ? മൂക്കൻ മറ്റേ സുന്ദരിയോട് ചോദിച്ചു. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ പറഞ്ഞു, ഓ, എന്തിന്? അപ്പോഴത്തേക്കും ഒരു വിപ്ലവ പാർട്ടിക്കാർ മുദ്രാവാക്യം ഇട്ടുകഴിഞ്ഞു. നമ്മുടെ പാർട്ടി മൂക്കന്റെ പാർട്ടി, മൂക്കന്റെ പാർട്ടി ജനങ്ങളുടെ വിപ്ലവ പാർട്ടി. ഇത് കേട്ടപ്പോൾ മറ്റേ ജനകീയ വിപ്ലവ പാർട്ടിക്കാർക്ക് അരിശം മൂത്തു. അവർ മൂക്കന്റെ സെക്രട്ടറിമാരായ സുന്ദരികളിൽ ഒരുത്തിയെക്കൊണ്ട് മൂക്കനെതിരായി ഒരു ഭയങ്കര പ്രസ്താവന ഇറക്കിച്ചു. മൂക്കൻ ജനങ്ങളെ വഞ്ചിച്ചു. പിന്തിരപ്പൻ മൂരാശിയാണ് മൂക്കൻ. ഇത്രയും കാലം മൂക്കൻ ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. ഈ കൊടിയ വഞ്ചനയിൽ എന്നെയും പങ്കാളിയാക്കി. ഞാൻ ഖേദിക്കുന്നു. ഞാൻ ജനങ്ങളോട് സത്യം പറയുന്നു. മൂക്കന്റെ മൂക്ക് വെറും റബ്ബർ മൂക്കാണ്. ഈ പ്രസ്താവന ലോകത്തിലുള്ള എല്ലാ പത്രങ്ങളും വലിയ ഗമയിൽ പ്രസിദ്ധപ്പെടുത്തി. മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്കാണ്. മഹാമൂരാച്ചി മൂക്കൻ, കള്ളൻ, വഞ്ചകൻ, അറുപിന്തിരിപ്പൻ. ഒറിജിനൽ മൂക്കല്ല. ഇത് കേട്ടാൽ ജനകോടികൾ അമ്പരക്കാതിരിക്കുമോ? ക്ഷോഭിക്കാതിരിക്കുമോ? ഒറിജിനൽ മൂക്കല്ലേ? അല്ല. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും കമ്പികൾ, ഫോൺ കോളുകൾ, കത്തുകൾ പ്രസിഡന്റിന് ഇരിക്കപ്പുറതി മുട്ടി. ജനവഞ്ചകനായ റബ്ബർ മൂക്കൻ നശിക്കട്ടെ. റബ്ബർ മൂക്കന്റെ കള്ള പിന്തിരിപ്പൻ പാർട്ടി നശിക്കട്ടെ. ഇൻകിലാബ് സിന്ദാബാദ്. ഈ പ്രസ്താവന മൂക്കന്റെ എതിർ പാർട്ടിക്കാർ ഇറക്കിയപ്പോൾ മറ്റേ വിപ്ലവ പാർട്ടിക്കാർ മറ്റേ സെക്രട്ടറി സുന്ദരിയെക്കൊണ്ട് വേറൊരു ഉശിരൻ വിപ്ലവ പ്രസ്താവന ഇറക്കിച്ചു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ലോകരെ, അവൾ പറഞ്ഞത് തികച്ചും കളവാണ്. അവളെ സഖാവ് മൂക്കൻ ഒട്ടും പ്രേമിച്ചില്ല. അതിന്റെ കുശുമ്പാണ്. സഖാവ് മൂക്കന്റെ പണവും പ്രശസ്തിയും പിടിച്ചു പറ്റാനാണ് അവൾ ശ്രമിച്ചത്. അവളുടെ ആങ്ങളമാരിലൊരുത്തൻ മറ്റേ പാർട്ടിയിലുണ്ട്. കള്ളന്മാരുടെ ആ പാർട്ടിയുടെ തൊലി ഉരിച്ചു കാണിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിച്ചുകൊള്ളുന്നു. ഞാൻ സഖാവ് മൂക്കന്റെ വിശ്വസ്ത സെക്രട്ടറിയാണ്. എനിക്ക് നേരിട്ടറിയാം, സഖാവിന്റെ മൂക്ക് റബ്ബറല്ല. എന്റെ ഹൃദയം പോലെ തനി ഒറിജിനൽ. മായമില്ല, മന്ത്രമില്ല, അനുകരണമില്ല. തനി എന്റെ ഹൃദയം പോലെ. പ്രതിഫലേച്ഛ കൂടാതെ ഈ ആപൽ സന്ധിയിൽ സഖാവ് മൂക്കന്റെ പിന്നിൽ അണിനിരക്കുന്ന ജനകീയ മുന്നേറ്റ വിപ്ലവ പാർട്ടി സിന്ദാബാദ്. സഖാവ് മൂക്കൻ സിന്ദാബാദ്. സഖാവ് മൂക്കന്റെ പാർട്ടി ജനങ്ങളുടെ മുന്നേറ്റ വിപ്ലവ പാർട്ടി. ഇൻകിലാബ് സിന്ദാബാദ്. എന്തു ചെയ്യും?
ജനങ്ങൾക്കാകെ ആശയക്കുഴപ്പം. അപ്പോഴേക്കും മൂക്കന്റെ വിപ്ലവ പാർട്ടിയുടെ എതിർ വിപ്ലവ പാർട്ടിക്കാർ ഗവൺമെന്റിനെയും പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും ചീത്ത പറയാൻ തുടങ്ങി. മണ്ടൻ പളുങ്കൂസൻ ഗവൺമെന്റ്, റബ്ബർ മൂക്കുകാരൻ, ജനവഞ്ചകന് നാസിക പ്രമുഖൻ എന്ന ബഹുമതി കൊടുത്തു. വജ്രഖചിതമായ സ്വർണ്ണ മെഡൽ കൊടുത്തു. ഈ ജനവഞ്ചനയിൽ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കുമുണ്ടല്ലോ പങ്ക്. ഈ ഭയങ്കര ഗൂഢാലോചനയിൽ ഒരു ചേരിതിരിവുണ്ട്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും രാജിവെക്കണം, മന്ത്രിസഭ രാജിവെക്കണം, റബ്ബർ മൂക്കനെ കൊല്ലണം. ഇത് കേട്ട് പ്രസിഡന്റ് ക്ഷോഭിച്ചു, പ്രധാനമന്ത്രിയും ക്ഷോഭിച്ചു. ഒരു പ്രഭാതത്തിൽ പട്ടാളവും ടാങ്കുകളും പാവപ്പെട്ട മൂക്കന്റെ ഹർമ്മ്യം വളഞ്ഞു മൂക്കനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. പിന്നീട് കുറേ ദിവസത്തേക്ക് മൂക്കനെ സംബന്ധിച്ച യാതൊരു വാർത്തകളുമില്ല. ജനങ്ങൾ മൂക്കനെ അങ്ങ് മറന്നു. എല്ലാം ശാന്തം. എന്നാൽ വന്നു സാക്ഷാൽ ഹൈഡ്രജനും ആറ്റനും ന്യൂക്ലിയറും. എന്താണെന്നോ, ജനങ്ങൾ മറന്നു കഴിഞ്ഞപ്പോൾ പ്രസിഡന്റിന്റെ ചെറിയൊരു പ്രഖ്യാപനമുണ്ടായി. മാർച്ച് 9 നാസിക പ്രമുഖന്റെ പരസ്യ വിചാരണയുണ്ടാവും. മൂക്ക് ഒറിജിനലാണോ? 48 രാജ്യങ്ങളുടെ പ്രതിനിധികളായി വരുന്ന വിദഗ്ധ ഡോക്ടർമാരാണ് മൂക്കനെ പരിശോധിക്കുന്നത്. ലോകത്തിലെ എല്ലാ പത്രങ്ങളുടെയും പ്രതിനിധികളുണ്ടാകും. റേഡിയോ, സിനിമ, TV, സർവ്വകണാപ്പികളും. ഈ വിചാരണ എല്ലാ നാട്ടുകാർക്കും ന്യൂസ് റീലിൽ കാണാൻ കഴിയും. ജനങ്ങൾ പരമശാന്തരായി വർത്തിക്കുക. മണ്ടക്കൂട്ടമല്ലയോ ജനം, തനി ബന്ധുക്കൂസുകൾ, വിപ്ലവകാരികൾ. അവർ ശാന്തരായൊന്നും വർത്തിച്ചില്ല. അവർ തലസ്ഥാന മഹാനഗരിയിൽ തടിച്ചുകൂടി. ഹോട്ടലുകൾ കയ്യേറി, പത്രങ്ങളുടെ ഓഫീസുകൾ തകർത്തു, സിനിമാശാലകൾക്ക് തീവച്ചു, മദ്യഷാപ്പുകൾ കൈയടക്കി, വാഹനങ്ങൾ തകർത്തു, പോലീസ് സ്റ്റേഷനുകൾക്കും തീവച്ചു, സർക്കാർ കെട്ടിടങ്ങൾ നശിപ്പിച്ചു. കുറെ വർഗീയ ലഹളകളുണ്ടായി. കുറെ അധികം പേർ ഈ മൂക്കൻ സമരത്തിൽ രക്തസാക്ഷികളായി. മംഗളം, ശാന്തം. മാർച്ച് 9 മണി 11 പ്രസിഡന്റ് മന്ദിരത്തിന് മുൻവശം മനുഷ്യമഹാസമുദ്രം തന്നെയായി തീർന്നു. അപ്പോൾ ഉച്ചഭാഷിണികൾ ലോകത്തിനോടായി ശബ്ദം മുഴക്കി, ജനങ്ങൾ അച്ചടക്കം പാലിക്കണം, വായകൾ അടച്ചുവെക്കുക. പരിശോധന തുടങ്ങി. പ്രസിഡന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും മറ്റ് അനേകം മന്ത്രിമാരുടെയും മഹനീയ സാന്നിധ്യത്തിൽ ഡോക്ടർമാർ ശ്രീജിത്ത് മൂക്കനെ വളഞ്ഞു. ഉത്കണ്ഠാകുലരായ ജനകോടികൾ. ശ്വാസമടക്കിക്കൊണ്ടുള്ള നില. ഒരു മഹാ ഡോക്ടർ മൂക്കൻജിയുടെ മൂക്കിന്റെ തുമ്പ് അടച്ചു. അപ്പോൾ മൂക്കൻജി വായ പൊളിച്ചു. വേറൊരു മഹാഡോക്ടർ മുട്ടുസൂചി കൊണ്ട് മൂക്കിന്റെ തുമ്പത്ത് കുത്തി. അപ്പോൾ അത്ഭുതമെന്ന് വേണം പറയാൻ. ശ്രീജിത്ത് മൂക്കന്റെ മൂക്കിന്റെ തുമ്പത്ത് ഒരു തുള്ളി ചുവന്ന പരിശുദ്ധ ചോര പൊടിച്ചു. മൂക്ക് റബ്ബറല്ല, അനുകരണമല്ല, തനി ഒറിജിനൽ. മഹാഡോക്ടർമാരുടെ ഐകകണ്ഠ്യേനയുള്ള വിധി. മൂക്കൻ സാഹിബിന്റെ സുന്ദരി സെക്രട്ടറി പെണ്ണ് മൂക്കൻജിയുടെ തിരുമൂക്കിന്റെ തുമ്പത്ത് ഗാഠമായി ചുംബിച്ചു. സഖാവ് മൂക്കൻ സിന്ദാബാദ്, നാസിക പ്രമുഖൻ സിന്ദാബാദ്, സഖാവ് മൂക്കന്റെ ജനകീയ മുന്നേറ്റ പാർട്ടി സിന്ദാബാദ്, ജനാബ് മൂക്കന്റെ മൂക്ക് ഒറിജിനൽ മൂക്ക്, ഒറിജിനൽ ഒറിജിനൽ. അണ്ടകടാഹങ്ങൾ തകർന്നേക്കാവുന്ന ഒച്ച. ഒറിജിനൽ, തനി ഒറിജിനൽ. ഈ ആരോ അടങ്ങിയപ്പോൾ രാഷ്ട്രപതി എന്ന മഹാപ്രസിഡന്റ് ഒരു പുതുപുത്തൻ ഡാവ് കൂടി കാണിച്ചു. സഖാവ് മൂക്കനെ മൂക്കശ്രീ എന്നുള്ള തകർപ്പൻ ബഹുമതിയോടെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. മൂക്കശ്രീ മൂക്കൻ MP. 2-3 യൂണിവേഴ്സിറ്റികൾ മൂക്കശ്രീ മൂക്കൻ സാഹിബിന് എംലിറ്റും ഡീലിറ്റും നൽകി ആദരിച്ചു. മൂക്കശ്രീ മൂക്കൻ മാസ്റ്റർ ഓഫ് ലിറ്ററേച്ചർ, മൂക്കശ്രീ മൂക്കൻ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ. എന്നാലും മണ്ടക്കൂട്ടമല്ലയോ ജനം, തനി ബെടുക്കൂസുകൾ. മണ്ടക്കൂട്ടത്തെ ഭരിക്കുന്ന സർക്കാർ. മൂക്കശ്രീ മൂക്കനെ കിട്ടാത്ത സുന്ദരിയുടെ പാർട്ടിക്കാർ ഒരൈക്യ മുന്നണിയായി പറഞ്ഞും എഴുതിയും പ്രസംഗിച്ചും നടക്കുകയാണ്. പ്രസിഡന്റ് രാജിവെക്കണം, പ്രധാനമന്ത്രി രാജിവെക്കണം, മന്ത്രിസഭയും രാജിവെക്കണം. ജനവഞ്ചന. മൂക്കന്റെ മൂക്ക് റബ്ബർ മൂക്ക്, ഒറിജിനൽ അല്ലേ അല്ല. നോക്കണേ വിപ്ലവത്തിന്റെ പോക്ക്. ബുദ്ധിജീവികൾ, ദാർശനികർ എന്തു ചെയ്യും? ആശയക്കുഴപ്പമുണ്ടാകാതിരിക്കുമോ? സംഭവം വിശ്വവിഖ്യാതമായ മൂക്ക്. മംഗളം. നിങ്ങൾ കേട്ടത് വിശ്വവിഖ്യാതമായ മൂക്ക്. വൈക്കം മുഹമ്മദ് ബഷീർ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ.